ഹലോ ഗായ്സ്, ഇത് മറ്റേ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണേ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 11 മണിക്ക് മുന്നേ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സ്കോട്ട്ലാൻഡിലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എന്നറിയപ്പെടുന്ന ലോച്ച് ലോമോണ്ടിലോട്ടാണേ. ഈ ഒരു സ്ഥലം ഭയങ്കര പോപ്പുലർ ആട്ടോ, ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും അതുപോലെ തന്നെ മറ്റു പല വാട്ടർ ആക്ടിവിറ്റീസിനും ഒക്കെ ആയിട്ട്. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി. ലോച്ച് ലോമോണ്ടിലെ ഒരു വില്ലേജ് ആട്ടോ ലോസ് എന്ന് പറയുന്നത്. UK മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് വളരെ ചീപ്പായിരുന്നേ. നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. പറയാതിരിക്കാൻ വയ്യ, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാനായിട്ട്. എനിക്ക് അന്ന് ആ ഒരു ദിവസം ഞങ്ങൾ പോയതിൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ലോച്ച് ലോമോണ്ട് ആണെന്നേ പറയുള്ളൂ. നിങ്ങൾ UK സ്കോട്ട്ലാൻഡ് പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും പോകാൻ പറ്റിയൊരു സ്ഥലമാട്ടോ ഈ ലോച്ച് ലോമോണ്ട് എന്ന് പറഞ്ഞാൽ. ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം അത്ര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് രാവിലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന്, പ്രത്യേകിച്ച് ഈ സമ്മറിൽ കൂടെ നമുക്ക് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നേ. സോ അങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാട്ടോ ലോച്ച് ലോമോണ്ട്. നമ്മൾ ഇനി എങ്ങോട്ടാ പോണത്? അങ്ങനെ ലോച്ച് ലോമോണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ചേട്ടൻ പറഞ്ഞ കാസിലോട്ടാട്ടോ പോകുന്നത്. ട്രിപ്പിന്റെ പ്ലാൻ ഫുൾ ചെയ്തത് ഹർഷയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ ഹർഷയില്. ഫുൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് തിരിച്ചു വരുമ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തൊരു PDF ആക്കിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ 700ഓളം വർഷം പഴക്കമുള്ള ബലാ കാസിലിൽ എത്തിയിട്ടോ. നന്നായിട്ട് വിശക്കണുണ്ട്, ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും വിശക്കണുണ്ട്. അപ്പം കാസിൽ കണ്ടിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ. സോ കാസിൽ കാണിച്ചു തരാവേ. 200 ഏക്കറിൽ വരുന്ന ഒരു പാർക്കിന്റെ ഉള്ളിലായിട്ടാട്ടോ ഈ ഒരു കൊട്ടാരം വരുന്നത്. ഹർഷയുടെ ഭയങ്കരമായിട്ട് റീൽസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേണ്. എന്താവോ എന്തോ, ഒരു റീലെങ്കിലും എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എടുത്താൽ ഞാൻ അത് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കാസിൽ. ഇന്നിത് അടച്ചുവിട്ടിട്ടേക്കാണ്. അവിടെ എത്തിയപ്പോഴാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായത് കറന്റ് റിപ്പയറിനായിട്ട് കാസിൽ ക്ലോസ്ഡ് ആയിരുന്നേ. പക്ഷെ പാർക്കിലോട്ട് വിസിറ്റേഴ്സിന് അലൗഡ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കാസിൽ നിന്ന് ഇറങ്ങി ഗ്ലെൻകോ വ്യൂ പോയിന്റിലോട്ട് പോകണേണ്. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വന്നോർത്ത്, കാരണം ഇനി ഒട്ടും പറ്റില്ല ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ഇപ്പോൾ 2 മണിയായി ലഞ്ച് ടൈം. സോ നമ്മളിനി ലഞ്ച് കഴിച്ചിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട്. അറിയില്ല എന്താകുന്നത്. എവിടെ കയറി കഴിഞ്ഞാൽ ഫുഡ് കൊള്ളുവാണെങ്കിൽ ഇവരെന്നെ ആട്ടുമായിരിക്കും. ഈ ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെയായിട്ട് ഗ്രാബ് ആൻഡ് ഗോ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ടേക്ക് അവേ ആയിട്ടാണ് കേട്ടോ തോന്നിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒട്ടും ടൈം കളയാൻ നിന്നില്ല. ഞങ്ങൾ നേരെ ഇതേ ഈ കാണുന്ന ബെൻ ലൂയി എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് കയറി കേട്ടോ. സംഭവം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും അകത്തേക്ക് കയറിയപ്പോഴാട്ടോ ഞങ്ങൾ അറിയുന്നത് ഇതൊരു മലയാളിയുടെ റെസ്റ്റോറൻ്റ് ആണെന്ന്. ഇവരുടെ മെനുവിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ് കുറവായിരുന്നേ, എങ്കിലും ഓൾമോസ്റ്റ് അവർ എല്ലാം ഇന്ത്യൻ ഫുഡും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ മെനു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഡിഷസ് മാത്രമല്ല, ഇവരുടെ മെനുവിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നേ. ഞങ്ങൾ ഒട്ടും ടൈം കളഞ്ഞില്ല, നേരെ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ഞങ്ങൾ ഫിഷ് മോളിയും റൈസും പിന്നെ ചിക്കൻ ടിക്കയും ഞാനുമായിരുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി ചിക്കൻ ടിക്കയും ഞാനുമായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്ലെൻകോ വാലിയിലോട്ടാണേ. നേച്ചർ ലവേഴ്സിന് പറ്റിയൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടാട്ടോ ഗ്ലെൻകോ വാലി. മാത്രമല്ല റോഡ് ട്രിപ്പും കൂടെ പോകാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ ഗ്ലെൻകോ വാലി. നമ്മൾ നേരത്തെ പോയ സ്ഥലം വാട്ടർ ആക്ടിവിറ്റീസിനാണ് ഫേമസ് എങ്കിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണേ ഉള്ളത്. നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്കോട്ട്ലാൻഡ് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളവർ കുറഞ്ഞതൊരു 7 ദിവസമെങ്കിലും ലീവ് എടുത്ത് വേണം കേട്ടോ വരാനായിട്ട്. പോകുന്ന വഴി ഫുള്ള് കാണാനായിട്ട് ഇതുപോലെയുള്ള കുറേ മലയും കുന്നൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഞാൻ അത്ര മലയും കുന്നൊന്നും എൻജോയ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എന്നെപ്പോലെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു 1 ടൈം വിസിറ്റിന് ഈ ഒരു പ്ലേസ് ഓക്കെയാണ്. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടാട്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഗ്രീനറി ആയി കിടക്കുന്നത്. വിന്റർ ആകുമ്പോഴേക്കും ഇവിടെ ഫുള്ള് മഞ്ഞ് വന്ന് നിറയുവേ.
പോകുന്ന വഴി ചെറിയ ചെറിയ വ്യൂ പോയിന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മാത്രമല്ല നല്ല കാറ്റും ഉണ്ടായിരുന്നേ. എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലമാട്ടോ ഗ്ലെൻകോ വ്യൂ പോയിന്റ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണേ. നമ്മളിപ്പോ കാണാൻ പോണത് ഹാരി പോട്ടർ മൂവിയിലെ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതെ, നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ഗ്ലെൻഫിൻ ആൻഡ് വയഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് റെയിൽവേ ബ്രിഡ്ജ് ആണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 5:45 ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ പ്രകാരം അടുത്ത ട്രെയിൻ 6 മണിക്കാണ് കേട്ടോ. കാർ പാർക്കിങ്ങിൽ നിന്ന് റെയിൽവേ ബ്രിഡ്ജിലോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ടേ നടക്കാനായിട്ട്. നമ്മൾ അങ്ങനെ നടന്ന് 6 മണിക്ക് മുന്നേ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയായിരുന്നു കേട്ടോ. എന്തോരം പേരാണെന്ന് അവിടെ ഈ ബ്രിഡ്ജിൽ നിന്ന് ട്രെയിൻ വരുന്ന കാണാനായിട്ട് നോക്കി നിൽക്കുന്നത്. ഒടുവിൽ അവസാനം കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു കേട്ടോ. ഈ ട്രെയിനിനേലും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചത് ഈ ഒരു വ്യൂ കാണാനായിട്ടും ആ മലമുകളിൽ കയറി വന്ന ആൾക്കാരുടെ എണ്ണം കണ്ടിട്ടാട്ടോ. പക്ഷെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറിന് കൂടുന്ന ആൾക്കാരുടെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് പേര് ഹാരി പോട്ടറിലെ യൂണിഫോമൊക്കെ ഇട്ട് റീൽസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഫൈനലി നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതേ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബീച്ചിലോട്ടാട്ടോ. വെള്ളത്തിലിറങ്ങാനുള്ള ഒരു കൊതി കൊണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടൊരു ബീച്ചാണ് ലോച്ച്നെസ് എന്നും പറഞ്ഞ്. സംഭവം ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ലെങ്കിലും അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവിടെ എത്തിയപ്പോഴേക്കും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് ഒരു 9 മണിയായേ. ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലാസ്കോ വിട്ടതേ ഇൻവർനസിൽ എത്തിയിട്ടോ. ഇവിടെയുള്ള നല്ല ഒരു അടിപൊളി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഹർഷ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളിതേ അങ്ങോട്ടേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന വഴി കണ്ടപ്പോൾ എനിക്ക് മറൈൻ ഡ്രൈവ് ആണ് ഓർമ്മ വന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡായിരുന്നേ. ആകെ 2 മണിക്കൂർ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് നേരെ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെന്റിലോട്ട് ചെല്ലണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്ത സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ സ്കോട്ട്ലാൻഡിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാട്ടോ ലവ് ദോശ. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കൊരു ടേബിൾ കിട്ടിയായിരുന്നേ. ഞാനിടുന്ന ലോങ് വീഡിയോസ് കൂടുതലും ഞാൻ വോയിസ് ഓവർ ആട്ടോ ചെയ്യാറ്. എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് കമൻസ് തരാറുണ്ടേ, നീ കൂടുതലും ആട്ടോ സോയോ ഒക്കെ പറയുന്നുണ്ടെന്ന്. ഞാൻ മാക്സിമം കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ കമൻസ് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത മാംഗോ ലസ്സി എത്തിയിട്ടോ. UK വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആട്ടോ മാംഗോ ലസ്സി. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും എത്തിയിട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു. 4 പേരും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു ഇറങ്ങി. നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോകുക കേട്ടോ. ഇന്ന് നമ്മൾ രാത്രിത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ കാരവാനാണേ. ഒരു നൈറ്റിന് 160 പൗണ്ട് എന്തോ ആയിരുന്നു കേട്ടോ ഈ കാരവാൻ അവർ പറഞ്ഞത്. എന്തായാലും കൊടുത്ത പൈസക്ക് നല്ല വേർത്തായിരുന്നു കേട്ടോ ഈ ഒരു അക്കോമഡേഷൻ. ഇന്നലെ നിന്ന അപ്പാർട്ട്മെന്റിനേലും ഫാർ ബെറ്റർ ആയിരുന്നു കേട്ടോ ഈ ഒരു കാരവാൻ. 2 ബെഡ്റൂമും കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 വാഷ്റൂമും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലോഞ്ചും ഓപ്പൺ കിച്ചണും കൂടെ വരുന്ന ഒരു കാരവാൻ ആയിരുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നാളെ നമ്മൾ എഡിൻബ്രയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.